ഹലോ. അപ്പോൾ ഇന്ന് 5ാമത്തെ ലെസണാണ് ഈ സീരീസിലെ. ഇതിന് മുമ്പത്തെ ലെസൺസ് കാണാത്തവർ ആദ്യം അത് കാണുക കേട്ടോ. 4 എണ്ണം ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. എന്നുവെച്ചാൽ ഗ്രാമറൊന്നും അധികം നോക്കാണ്ട് സംസാരിച്ചങ്ങ് തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ സീരീസ് തുടങ്ങിയിട്ടുള്ളത്. ഗ്രാമറൊക്കെ നന്നായി പഠിച്ച് ബേസിക്സ് വളരെ ക്ലിയർ ആക്കിയിട്ട് പോകണമെന്ന് അതിനെക്കുറിച്ച് അറിയണമെന്ന് താല്പര്യമുള്ളവർക്ക് വേറെ ഒരു 16 വീഡിയോസിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അത് താഴെ കൊടുക്കാം ലിങ്ക്. അത് ക്ലിക്ക് ചെയ്താൽ മതി. ഗ്രാമർ പഠിക്കണ്ട. എനിക്ക് ജസ്റ്റ് സംസാരിച്ചാൽ മതി. കുറച്ച് എളുപ്പം കുറച്ച് സംസാരിക്കാൻ പറ്റണം എന്ന് ആഗ്രഹമുള്ളവർക്കാണ് ഈ സീരീസ്. അപ്പോൾ ഇന്ന് 5ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ 4ാമത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ഹോംവർക്ക് പറഞ്ഞിരുന്നു. ചിലവരൊക്കെ ഇത് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ചിലവർ ഞാൻ പേടിച്ച പോലത്തെ അതേ സ്ഥലത്ത് തെറ്റ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ഹോംവർക്കിൻ്റെ ഉത്തരം എന്താ? എനിക്കവിടെ പോകാൻ പറ്റും. എനിക്ക് ചെയ്യാൻ പറ്റും എന്നാണെങ്കിൽ ഐ ക്യാൻ. എന്താണ്? എന്താ ചെയ്യാൻ പറ്റും? ഗോ. ഐ ക്യാൻ ഗോ ദെയർ. അവിടെ എന്ന് പറയാൻ ദെയർ. ഐ ക്യാൻ ഗോ ദെയർ. എനിക്കവിടെ പോവാൻ പറ്റും. ഐ ക്യാൻ ഗോ ദെയർ. എനിക്കവിടെ പോകാൻ പറ്റില്ല എന്ന് പറയാൻ ഐ കാൺട്ട് ഗോ ദെയർ. പക്ഷേ രണ്ടാമതായി ഞാൻ ചോദിച്ച ചോദ്യം എനിക്കവിടെ പോകാൻ പറ്റിയില്ല എന്നായിരുന്നു. പറ്റില്ല എന്നല്ല, പറ്റിയില്ല. എന്നോട് പറഞ്ഞു അവിടെ പോവാൻ, പക്ഷെ എനിക്കവിടെ പോകാൻ പറ്റിയില്ല അല്ലേ? ഇന്നലെ രാത്രി പോകാൻ പറഞ്ഞതായിരുന്നു, പോകാൻ പറ്റിയില്ല. എനിക്ക് വേറൊരു അപ്പോയിൻമെൻ്റ് ഉള്ളതുകൊണ്ട് അവിടെ പോകാൻ പറ്റിയില്ല. അതെങ്ങനെയാ പറയുക? ഐ കാൺട്ട് ഗോ ദെയർ അല്ല. ഐ കാൺട്ട് എന്ന് വെച്ചാൽ എനിക്കവിടെ പോകാൻ പറ്റില്ല എന്നാണ്. പറ്റിയില്ല എന്ന് പറയാൻ ഐ കുഡിൻറ്റ് ഗോ ദെയർ. ആ തെറ്റ് വളരെയധികം കണ്ടുവരുന്ന തെറ്റാണ്. അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. എനിക്ക് തിന്നാൻ പറ്റും. എങ്ങനെ പറയാം? ഐ ക്യാൻ ഈറ്റ്. എനിക്ക് തിന്നാൻ പറ്റില്ല എന്ന് പറയാൻ ഐ കാൺട്ട് ഈറ്റ്. എനിക്ക് തിന്നാൻ പറ്റിയില്ല, സമയം കിട്ടിയില്ല, ബസ് വന്നപ്പോൾ ഓടിപ്പോയി. പറ്റിയില്ല എന്നാണെങ്കിൽ ഐ കുഡിൻറ്റ് ഈറ്റ്. മനസ്സിലായോ? പറ്റില്ല എന്ന് പറയാൻ കാൺട്ട്. ഐ കാൺട്ട് ഡു ഇറ്റ്. എനിക്ക് ചെയ്യാൻ പറ്റില്ല. പറ്റിയില്ല എന്ന് പറയാൻ ഐ കുഡിൻറ്റ് ഡു ഇറ്റ്. ചെയ്യാൻ പറ്റിയില്ല. വ്യത്യാസം മറക്കാണ്ട് പഠിച്ചു വെക്കണം കേട്ടോ. അടുത്ത ചോദ്യം എന്തായിരുന്നു? ഇത് ദൂരെയാണോ? ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചതാ. ഇസ് ഇറ്റ് ഫാർ? ഇസ് ഇറ്റ് ഫാർ? അല്ല. നോ, ഇറ്റ്സ് നോട്ട് ഫാർ. ദൂരമൊന്നുമല്ല. നോ, ഇറ്റ്സ് നോട്ട് ഫാർ. എനിക്ക് അവിടെ വേണമെങ്കിൽ നാളെ പോകാൻ പറ്റും. എങ്ങനെ പറയാം? അപ്പോൾ വേണമെങ്കിൽ എന്ന് പറയാം ഇഫ് നീഡഡ് എന്ന് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇഫ് യു വോണ്ട് എന്നൊക്കെ പലരും എഴുതി കണ്ടു. തെറ്റില്ല കേട്ടോ. ഞാൻ ആണെങ്കിൽ ഇഫ് നീഡഡ് എന്ന് പറയാം. ഇഫ് നീഡഡ് വേണമെങ്കിൽ ഐ ക്യാൻ ഗോ ദെയർ ടുമോറോ. നാളെ എനിക്ക് അവിടെ പോകാൻ പറ്റും. ഐ ക്യാൻ ഗോ ദെയർ ടുമോറോ. നമ്മൾ അടുത്ത സെൻറ്റൻസ് എന്തായിരുന്നു? ഇന്ന് വൈകുന്നേരം അവിടെ ഒന്ന് പോകാൻ പറ്റുമോ പ്ലീസ്? അങ്ങനെ ഒരു വിനയത്തോടെ ചോദിക്കണം. എങ്ങനെ പറയും? വിനയത്തോടെ ചോദിക്കാൻ നമ്മൾ എന്താ പഠിച്ചത്? കുഡ് യു പ്ലീസ് ഗോ ദെയർ. പിന്നെ ഒരു പ്രശ്നം പറ്റിയത് ടുഡേ ഈവനിങ് എന്ന് എഴുതി കണ്ടു. നമ്മൾ പൊതുവെ മലയാളത്തിൽ ഇന്ന് വൈകുന്നേരം എന്ന് പറയുമ്പോൾ ഇന്ന് എന്ന് പറഞ്ഞാൽ ടുഡേ ആണ്. പക്ഷേ ഇംഗ്ലീഷിൽ അവർക്ക് ഇന്ന് വൈകുന്നേരം, ഇന്ന് രാവിലെ എന്നൊക്കെ പറയാൻ അവർ ടുഡേ അല്ല യൂസ് ചെയ്യുക, ദിസ് എന്ന് ഉപയോഗിക്കുക. ഈ രാവിലെ, ഈ വൈകുന്നേരം അങ്ങനെയാണ് അവർ പറയുക. ദിസ് ഈവനിങ്, ദിസ് മോർണിംഗ്, ദിസ് ആഫ്റ്റർനൂൺ. അപ്പോൾ ടുഡേ മോർണിംഗ് അല്ലെങ്കിൽ ടുഡേ ഈവനിങ് എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥമൊന്നും ആർക്കും മനസ്സിലാവാണ്ട് പോകണില്ല. പക്ഷെ ഞാൻ സാധാരണ നമ്മൾ ആയിട്ട് വരുത്തുന്നൊരു തെറ്റുണ്ട്. അവർക്ക് നേറ്റീവ് സ്പീക്കേഴ്സിന് മാതൃഭാഷ ഇംഗ്ലീഷായ ആൾക്കാർ ഉപയോഗിക്കുക പൊതുവെ ദിസ് ഈവനിങ് എന്നാണ്. അപ്പോൾ അത് പറഞ്ഞു എന്നേ ഉള്ളൂ. പറ്റുമെങ്കിൽ ഓർത്ത് വയ്ക്കൂ കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഒന്ന് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ കുഡ് യു പ്ലീസ് ഗോ ദെയർ ദിസ് ഈവനിങ്. അപ്പോൾ ഹോംവർക്കിലെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? തെറ്റ് വരുത്തിയത്. തെറ്റ് വരുത്തിയ ഭാഗങ്ങളാണ് ഞാൻ എസ്പെഷ്യലി എടുത്തു പറയണേ. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക നിങ്ങൾ തെറ്റി മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്താണെന്ന് കേട്ടോ. അപ്പോൾ അതെല്ലാവർക്കും അത് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്കാണ് കേട്ടോ. നമ്മൾ സാധാരണ ആൾക്കാരോട് ചോദിക്കില്ലേ? ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിനെ കണ്ടു. അപ്പോൾ നമ്മൾ പറഞ്ഞേ നീ ഇവിടെയാണ് താമസിക്കണേ? അങ്ങനെ ചോദിക്കില്ലേ? അങ്ങനെ എങ്ങനെയാണ് ചോദിക്കുക? അത് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ കുറേ കാലമായിട്ട് അയാൾ അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് നിങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത്? ഡു യു ലിവ് ഹിയർ? അത് പഠിച്ചു വയ്ക്കുമോ? കാരണം ബാക്കി നമുക്ക് വരണമൊക്കെ ഇതുപോലത്തെ സെൻറ്റൻസുകളായിരിക്കും. ഡു യു ലിവ് ഹിയർ? ഡു യു ലിവ് ഹിയർ? താമസിക്കുക എന്ന് പറയാൻ ലിവ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. ഡു യു ലിവ് ഹിയർ? ഹിയർ എന്ന് വെച്ചാൽ ഇവിടെ. അത് മനസ്സിലായോ? അതേന്ന് പറയാൻ യെസ് ഐ ഡു. അല്ല എന്ന് പറയാൻ നോ ഐ ഡോണ്ട്. ഞാനിവിടെ ആരെ കാണാൻ വന്നതാ, ഞാനിവിടെ അല്ല താമസിക്കുന്നത്. നോ ഐ ഡോണ്ട്. ഓക്കെ, അത് മനസ്സിലായോ? ഡു യു ലിവ് ഹിയർ? യെസ് ഐ ഡു. നോ ഐ ഡോണ്ട്.
അപ്പോൾ അതാണ് ബേസ് പഠിച്ചു വെക്കേണ്ട ഒരു സെൻറ്റൻസ്. പിന്നെ നമ്മളെല്ലാം ഇതിനെ വെച്ചിട്ടാണ്. ഇതൊന്ന് ബൈ ഹാർട്ട് നന്നായി പഠിച്ചാൽ ഇതുപോലെ നമുക്ക് ബാക്കി സെൻറ്റൻസുകൾ ഉണ്ടാക്കാം. ആ പാറ്റേൺ പിടികിട്ടിയോ? അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴാണ് ഈ ഇത് ഉപയോഗിക്കണേ? നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു കാര്യം സ്ഥിരമായിട്ട് റെഗുലറായിട്ട് ഇങ്ങനെയാണ് ചെയ്യാറ്. ഇവിടെയാണ് താമസിക്കാറ്, രാവിലെ ഇതാണ് കഴിക്കാറ്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഉള്ള ഇഷ്ടങ്ങളെക്കുറിച്ചൊക്കെ പറയാൻ, ചോദിക്കാൻ, നിനക്കിത് ഇഷ്ടമാണോ, നിനക്കിത് വേണോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഇവിടെയാണ് താമസിക്കണം അങ്ങനെ വെറുതെ പറയണമെങ്കിലോ, ഹലോ, ഞാൻ ഇവിടെയാട്ടോ താമസിക്കണം അങ്ങനെ പറയണമെങ്കിലോ, ചോദ്യം ചോദിക്കാണ്ട് ഐ ലിവ് ഹിയർ, ഐ ലിവ് ഹിയർ. മനസ്സിലായോ? ഇപ്പോൾ ഡു യു ലിവ് ഹിയർ അങ്ങനെ ചോദിക്കാം. അതിന് ഉത്തരം പറയുകയാണെങ്കിൽ യെസ് ഐ ഡു എന്ന് പറയാം. അല്ല ചോദ്യം ചോദിക്കാണ്ട് നമ്മൾ കാണുമ്പോൾ എടാ ഞാൻ ഇവിടെ താമസിക്കണം എന്ന് പറയുകയാണെങ്കിൽ ഐ ലിവ് ഹിയർ എന്ന് പറയാം. അപ്പോൾ ഇത് ഐയുടെ കാര്യം അല്ലേ? ഐയും യുവും ആണ് കണ്ടത്. ഡു യു ലിവ് ഹിയർ അല്ലേ? ഐ ലിവ് ഹിയർ. അപ്പോൾ വേറെ കുറച്ച് ഉദാഹരണം നോക്കാം. നീ മീൻ കഴിക്കുമോ അങ്ങനെ ചോദിക്കും. ഡു യു ലിവ് ഹിയർ പോലെ തന്നെ ഡു യു ഈറ്റ് ഫിഷ്, ഡു യു ഈറ്റ് ഫിഷ്. അപ്പോൾ നീ ആ സ്വഭാവക്കാരനാണോ, നീ കഴിക്കാറുണ്ടോ, നമ്മുടെ ശീലങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കാം അല്ലേ? ഇങ്ങനെ ഡു യു വെച്ചിട്ട് ചോദിക്കാം അല്ലേ? ഡു യു ഈറ്റ് മീറ്റ്, മാംസം കഴിക്കാറുണ്ടോ, ഡു യു ഈറ്റ് മീറ്റ്. ചിക്കൻ കഴിക്കാറുണ്ടോ, ഡു യു ഈറ്റ് ചിക്കൻ. മനസ്സിലായോ? ഇല്ല എന്ന് പറയാൻ നോ ഐ ഡോണ്ട്. നിനക്ക് മീൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കണമെങ്കിലോ ഡു യു കഴിഞ്ഞിട്ട് ആ ഇഷ്ടത്തുള്ള വാക്ക്, അതായത് ലൈക്ക്. ഡു യു ലൈക്ക് ഫിഷ് അല്ലേ? നേരത്തെ തിന്നാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തിന്നുക എന്നുള്ള വാക്ക് ഈറ്റ്. ഡു യു ഈറ്റ് ഫിഷ്. ഇഷ്ടമാണോ എന്ന് ചോദിക്കാൻ ഡു യു ലൈക്ക് ഫിഷ്. ഇനി എനിക്ക് മീൻ ഇഷ്ടമാണ്, അതെങ്ങനെ പറയും? ഐ ലൈക്ക് ഫിഷ് അല്ലേ? ഐ ലൈക്ക് ഫിഷ്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ഓർത്ത് വയ്ക്കാം. ഡു യു ലൈക്ക് ഫിഷ് ചോദ്യം, അല്ലെങ്കിൽ നമ്മൾ പറയുകയാണ് എനിക്ക് മീൻ ഇഷ്ടമാണ്, ഐ ലൈക്ക് ഫിഷ്. ഇനി ഞാനിപ്പോൾ നിങ്ങളായിട്ടൊരു കോൺവെർസേഷൻ അല്ലേ, വേറെ ആളുടെ കാര്യം ചോദിക്കണമെങ്കിലോ, അവൾക്ക് മീൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കണമെങ്കിലോ, അവിടെ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ രണ്ടുപേരും അല്ലാണ്ട് വേറെ ഒരാളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ഡു വരില്ല, ഡസ് ആണ് ചോദ്യത്തിൽ വരിക. ഓക്കെ? എന്ന് വെച്ചാൽ എന്നെക്കുറിച്ച് പറയാണ് ഐ എന്ന് പറഞ്ഞിട്ട് പറയാണ്, അല്ലെങ്കിൽ യു നിങ്ങളെക്കുറിച്ച് പറയാണ്, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് പറയാണ് വി, അല്ലെങ്കിൽ അവരെക്കുറിച്ച് പറയാണ് ദേ, ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഡു ആണ്. പക്ഷെ മറ്റ് ഒരാളെക്കുറിച്ച്, ഒരാൾ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതലാവാൻ പാടില്ല കേട്ടോ. ഒരാൾ ആരാ? അവൻ. നമ്മൾ രണ്ടുപേരും അല്ലല്ലോ അവൻ, അല്ലെങ്കിൽ അവൾ, നമ്മൾ രണ്ടുപേരും അല്ലല്ലോ. അപ്പോൾ മറ്റ് ഒരാളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഡസ് ആണ് ഉപയോഗിക്കുക. അതൊന്ന് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അവൾക്ക് ഇഷ്ടമാണോ മീൻ എങ്ങനെ പറയും? ഡസ് ഷീ ലൈക്ക് ഫിഷ്. ഡസ് ഷീ ലൈക്ക് ഫിഷ്. നിനക്ക് ഇഷ്ടമാണോ മീൻ? ഡു യു ലൈക്ക് ഫിഷ്. മനസ്സിലായോ? അവൾക്ക് ഇഷ്ടമല്ല എന്നെങ്ങനെ പറയും? നോ ഷീ ഡസിൻറ്റ്. നോ ഷീ ഡസിൻറ്റ്. ഇനിയിപ്പോൾ എനിക്ക് മീൻ ഇഷ്ടമല്ല, ഞാൻ അങ്ങനെ എടുത്തു പറയാം, അങ്ങനെ പറയും ഐ ഡോണ്ട് ലൈക്ക് ഫിഷ്. ഐ ഡോണ്ട് ലൈക്ക് ഫിഷ്. അപ്പോൾ ഡൂടെ നെഗറ്റീവാണ്. ഡു നോട്ടിൻ്റെ പകരമാണ് ഡോണ്ട് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ ഡു നോട്ട് ഒന്നും അങ്ങനെ ഉപയോഗിക്കില്ല. ഷോർട്ട് ഫോം ഇല്ലേ, ഡോണ്ട്, അതാണ് ഉപയോഗിക്കുക. ഐ ഡോണ്ട് ലൈക്ക് ഫിഷ്. കേട്ടോ? എനിക്ക് ഇഷ്ടമാണ്, ഐ ലൈക്ക് ഫിഷ്. അവിടെ നമുക്ക് ഡു ഡസ് ഒന്നും ഉപയോഗിക്കേണ്ട. ഐ ലൈക്ക് ഫിഷ്. ഇഷ്ടമല്ല, ഐ ഡോണ്ട് ലൈക്ക് ഫിഷ്. നിനക്ക് മീൻ ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ഫിഷ്. ഓക്കെ? അവളുടെ കാര്യമാണെങ്കിലോ, അവൾക്ക് മീൻ ഇഷ്ടമാണോ? ഡസ് ഷീ ലൈക്ക് ഫിഷ്. അവൾക്ക് മീൻ ഇഷ്ടമാണ് എങ്ങനെ പറയും? ഷീ ലൈക്സ് ഫിഷ്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അവളോ അവനോ അങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ അയാളുടെ പേര് പറയുകയാണെങ്കിൽ ലൈക്സ് എസ് ഇടണം. ഷീ ലൈക്സ് ഫിഷ്. ഓക്കെ? അല്ലെങ്കിൽ അവന് മീൻ ഇഷ്ടമാണ്, ഹി ലൈക്സ് ഫിഷ്. മനസ്സിലായോ? നമുക്കൊരു ഉദാഹരണം നോക്കിയാൽ മനസ്സിലാവും. അവർ 10 മണിക്ക് ആണ് ഉറങ്ങാറ് എങ്ങനെ ചോദിക്കും? ഉറങ്ങുക സ്ലീപ്പ്. അവർ ദേ. നമ്മൾ രണ്ടുപേരും അല്ലാത്ത മറ്റൊരാളാണെങ്കിൽ മാത്രമാണ് ഡസ് ഉപയോഗിക്കുക. അല്ലാത്ത കേസിനൊക്കെ ഡു ആണ്. അപ്പോൾ ഡു ദേ സ്ലീപ്പ് അറ്റ് 10? ഡു ദേ സ്ലീപ്പ് അറ്റ് 10? കേട്ടോ? അവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മൾ ഇതിനെ അറ്റ് 10 എന്ന് പറഞ്ഞേ, പൊതുവെ നമ്മൾ കൃത്യമായ സമയമില്ലേ
10 മണി, 10:30, 10:45, 1 മണി, 2 മണി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അറ്റ് എന്നുള്ള വാക്ക് 10 മണിക്ക്, ആ സമയത്ത് എന്ന് പറയാൻ വേണ്ടിയിട്ട് അറ്റ് 10 അത് അങ്ങനെ ഉപയോഗിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ് നമ്മൾ വിട്ടുപോകാൻ പാടില്ല. അവർ 10 മണിക്കാണ് ഉറങ്ങാറ്. അപ്പോൾ ആദ്യം നമ്മൾ ഡു ദേ സ്ലീപ്പ്, പിന്നെയാണ് നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് പറയാം. അറ്റ് 10. അപ്പോൾ ഞാൻ വേറെ ചോദിക്കാം, അവൻ 10 മണിക്കാണ് ഉറങ്ങാറ്. എങ്ങനെ പറയും? ഡസ് ഹി സ്ലീപ്പ് അറ്റ് 10? ഡസ് ഹി സ്ലീപ്പ് അറ്റ് 10? കേട്ടോ. നമ്മൾ 10 മണിക്കാണ് ഉറങ്ങാറ്. എങ്ങനെ പറയും? ഡു വി സ്ലീപ്പ് അറ്റ് 10? മനസ്സിലായോ? അവൾ 10 മണിക്കല്ല ഉറങ്ങാറ്. എങ്ങനെ പറയും? ഷീ ഡസിൻറ്റ് സ്ലീപ്പ് അറ്റ് 10. ഷീ ഡസിൻറ്റ്. നമ്മൾ 10 മണിക്കല്ല ഉറങ്ങാറ്. എങ്ങനെ പറയും? വി ഡോണ്ട് സ്ലീപ്പ് അറ്റ് 10. വി ഡോണ്ട് സ്ലീപ്പ് അറ്റ് 10. അപ്പോൾ ആ ട്രിക്ക് മനസ്സിലായോ? നമ്മൾ രണ്ടുപേരുമല്ലാത്ത വേറെ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഡസ് ആണ് ചോദ്യത്തിലും അങ്ങനെ അല്ല എന്ന് പറയുന്ന നെഗറ്റീവ് സെൻറ്റൻസിലും യൂസ് ചെയ്യാം. ഇപ്പോൾ അവൾ 10 മണിക്കാണ് ഉറങ്ങാറ് എന്നുള്ള സെൻറ്റൻസ് എങ്ങനെ ഉണ്ടാക്കിയേ? ഷീ സ്ലീപ്സ് അറ്റ് 10. അപ്പോൾ അവളോ അവനെക്കുറിച്ചൊക്കെ പറയുമ്പം ഒരു എസ് ഇടണം. അങ്ങനെയാണ് എന്ന് പറയുന്ന സെൻറ്റൻസിൽ മാത്രം. ചോദ്യത്തിലോ നെഗറ്റീവിലോ വരില്ല. ചോദ്യത്തിലും നെഗറ്റീവിലും എന്താ ഉപയോഗിക്കുക? ഡസ് അല്ലെങ്കിൽ ഡസിൻറ്റ് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അവൻ പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ എന്ന് ചോദിക്കും. അവൻ അപ്പോൾ പറയാൻ വേണ്ടത് ചോദ്യമാണ്. ഡസ് ഹി റീഡ് ബുക്സ്? അവിടെ റീഡ്സ് എന്ന് വേണ്ട. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എപ്പോഴും ഡസ് വരുമ്പോൾ നമ്മൾ റീഡ്സ് ഒന്നും വേണ്ട, റീഡ് തന്നെ മതി. ഇങ്ങനെയാണ് എന്നുള്ള ഉത്തരങ്ങൾ അല്ലേ, ഇങ്ങനെയാണ് കാര്യം, അങ്ങനെ പോസിറ്റീവായിട്ടുള്ള സെൻറ്റൻസുകൾ പറയുമ്പോൾ മാത്രം നമ്മൾ മറ്റൊരാളുടെ കാര്യം പറയുമ്പോൾ റീഡ്സ് അല്ലെങ്കിൽ സ്ലീപ്സ് അല്ലെങ്കിൽ ഈറ്റ്സ് അങ്ങനെ ഉപയോഗിക്കണം. അപ്പോൾ അവൾ പുസ്തകം വായിക്കാറുണ്ടോ എന്ന് പറയും. ഡസ് ഷീ റീഡ് ബുക്സ്? ഡസ് ഷീ റീഡ് ബുക്സ്? ഇല്ല എന്ന് പറയാം. നോ ഹി ഡസിൻറ്റ്. അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം പറയുമ്പോൾ ചെറുതായിട്ടല്ലേ പറയുക. ഇല്ല, അവൾ പുസ്തകം വായിക്കാറില്ല എന്ന് പറയാറില്ലല്ലോ. ഇല്ല അത്രയേ പറയുള്ളൂ. അതാണ് നോ ഹി ഡസിൻറ്റ് അല്ലെങ്കിൽ നോ ഷീ ഡസിൻറ്റ്. മനസ്സിലായോ? ഞാനൊരു ചോദ്യം ചോദിക്കാവേ. നിങ്ങളുടെ കയ്യിലൊരു പേനയുണ്ടോ? ഞാൻ ചോദിക്കും എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ ഹാവ് ആണ് കേട്ടോ ഉപയോഗിക്കുക. നമ്മുടെ കയ്യിൽ പൊസഷൻ കാണിക്കാൻ ഹാവ് ആണ് ഉപയോഗിക്കുക. അതിപ്പോൾ പേനയല്ല, ഭാര്യയുണ്ടോ, കുട്ടിയുണ്ടോ, പട്ടിയുണ്ടോ, അങ്ങനെ എന്ത് ചോദിക്കാൻ വേണ്ടിയും ഹാവ് ഉപയോഗിക്കാം. അപ്പോൾ ഉണ്ടാവുക ഹാവ് കേട്ടോ. അപ്പോൾ നിന്റെ കയ്യിലൊരു പേന ഉണ്ടെന്ന് ചോദിക്കും. നീ മീൻ കഴിക്കാറുണ്ടോ? ഡു യു ഈറ്റ് ഫിഷ്? പോലെ തന്നെ ഡു യു ഈറ്റിന് പകരം ഹാവ്. ഡു യു ഹാവ് ഒരു പേന, എ പെൻ? ഡു യു ഹാവ് എ പെൻ? എൻ്റെ കയ്യിലൊരു പേനയുണ്ടോ? ഡു യു ഹാവ് എ പെൻ? ഇല്ല എന്ന് പറയും. നോ ഐ ഡോണ്ട്. ഇല്ല, എൻ്റെ കയ്യിലില്ല. ഉണ്ട്. യെസ് ഐ ഡു. എൻ്റെ കയ്യിലൊരു പെൻസിലുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ തരാമെന്നുള്ള രീതിയിൽ നമ്മൾ പറയില്ലേ, പെൻസിലുണ്ട് വാ. അങ്ങനെ പറയും ഐ ഹാവ് എ പെൻസിൽ. എൻ്റെ കയ്യിലൊരു പെൻസിലുണ്ട്. ഐ ഹാവ് എ പെൻസിൽ അല്ലേ. എനിക്കൊരു പെൻസിലുണ്ട്. ഐ ഹാവ് എ പെൻസിൽ. അപ്പോൾ പറയാം അല്ല എനിക്കൊരു നീല പേന വേണ്ടത് എന്ന് പറയും. എനിക്ക് എന്തെങ്കിലും കാര്യം വേണമെങ്കിൽ വോണ്ട് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കാം. കുറച്ച് വെള്ളം വേണം. ഐ വോണ്ട് സം വാട്ടർ. കുറച്ചെന്ന് പറയാൻ സം. ഐ വോണ്ട് സം വാട്ടർ. അപ്പോൾ എനിക്കൊരു നീല പേന വേണം. ഐ വോണ്ട് എ ബ്ലൂ പെൻ. നീല പേന, ബ്ലൂ പെൻ. ഐ വോണ്ട് എ ബ്ലൂ പെൻ. മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് തരാം. ഇത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ലെസണാണ്. ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കാം ആദ്യമായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക്. കുറച്ച് ഹോംവർക്കൊക്കെ ചെയ്ത് ഒന്നുകൂടി ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കണം. ഞാൻ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് തരട്ടെ. അവൾ ടയേർഡാണോ? ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചാട്ടോ. അവൾ ടയേർഡാണോ? അവൾക്ക് കുറച്ച് വെള്ളം വേണോ? നിനക്ക് കുറച്ച് വെള്ളം വേണോ? എനിക്കൊന്ന് ഇരിക്കണം. എനിക്ക് ഇരിക്കണം. ഒന്നും ഇടണ്ട. എനിക്ക് ഇരിക്കണം. നിനക്ക് ഉറങ്ങണോ? അപ്പോൾ ഈ സെൻറ്റൻസുകളിൽ നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ ഇത് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ വീഡിയോ കണ്ടിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. കുറച്ച് കഷ്ടപ്പെട്ട് ആദ്യം ഉണ്ടാക്കേണ്ടി വരും. അത് ആ കാര്യം ബ്രെയിനിലൊന്ന് രജിസ്റ്റർ ആവാൻ വേണ്ടിയിട്ടുള്ള സമയമാണ് മനസ്സിലായിട്ടില്ലെങ്കിൽ.
ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഡു ആണോ, ഡസ് ആണോ, ഡസ് വേണോ, ഡസിൻ്റ് വേണോ, അങ്ങനെയൊക്കെ. അപ്പോൾ അതൊന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എളുപ്പം അത് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ലെസനാണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ കോമൻറ്റ്സ് ചോദിക്കുക. അടുത്ത ക്ലാസ്സിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.